എന്താ തമാശ എല്ലാം നിരാശ എന്താ മേശ നൂലാമാല. ഈ ഓണത്തിനുണ്ടല്ലോ, ഓണം തൂക്കിയടിച്ച ഒറ്റ പാട്ട് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള അക്കു എന്ന അഫ്സലിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നു. പേരെന്ന് പറയോ? അഫ്സൽ അക്കു. അഫ്സൽ അക്കു അല്ലേ? ഒരു പാട്ടുകാരനാണ് അല്ലേ? അതെ. ഏത് പാട്ടിലൂടെയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്? വാഴ എന്ന് പറയുന്ന മൂവിയിലെ ഏയ് ബനാന എന്ന് പറയുന്ന സോങ് ആണ്. ഏയ് ബനാന. ഏത് പ്രോഗ്രാമിലാണ് ആ പാട്ട് പാടിയത്? നമ്മളെ തിരൂരുള്ള കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന നമ്മൾ വീൽ ചെയറിലുള്ള നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഓണം സെലിബ്രേഷനിൽ അവതരിപ്പിച്ച പ്രോഗ്രാമാണ്. അവിടെ നല്ല ഓണം പ്രോഗ്രാമായിട്ട് വടംവലി പല പ്രോഗ്രാമുകളും, എല്ലാ പ്രോഗ്രാമും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഓണ പ്രോഗ്രാം നിങ്ങൾക്ക് അവിടെ വന്നാൽ കാണാമായിരുന്നു. ആ പ്രോഗ്രാമിലാണ് ഈ പാട്ട് പാടുന്നത് അല്ലേ? ഏതായിരുന്നു ആ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പാടാൻ കഴിയും? ഓക്കെ. എന്താ തമാശ എല്ലാം നിരാശ എന്താ മേശ നൂലാമാല. എന്താ തമാശ എല്ലാം നിരാശ എന്താ മേശ നൂലാമാല. ബനാനെ ഒരു പൂ തരാമോ, ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിനാൽ വരണ്ടേ, ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ. അടിപൊളി കേട്ടോ ആ പാട്ട്. ബ്രോ ഇതിന് മുന്നേ മെലഡി ഗാനങ്ങളാണ് ചെയ്തിരുന്നത്? കൂടുതൽ ചെയ്തിരുന്നത്. ഒരുപാട് പാട്ടുകൾ ചെയ്തായിട്ട് കണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ. ഒരുപാട് ഞാൻ ഈ ഒരു പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ വരെ ഞാൻ ചെയ്തിരുന്നത് എല്ലാ പ്രോഗ്രാമിലും, അധികം പ്രോഗ്രാമിലും റൊമാൻറ്റിക് മെലഡി ടൈപ്പ് സോങ്സ് ആയിരുന്നു ചെയ്തത്. കുട്ടികൾക്ക്, കോളേജ് കുട്ടികൾക്ക് കാണുന്ന അത്തരത്തിലുള്ള പ്രോഗ്രാമാണ് അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു அந்த പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ച് നോക്കും. പക്ഷെ എനിക്ക് സംശയമായിരുന്നു. ഞാൻ ഒരു ഫാസ്റ്റ് ഐറ്റം സോങ്ങിലോട്ടുള്ള ഒരു എടുത്താൽ, അത്തരത്തിലുള്ള ഒരു പാട്ട് ഞാൻ എടുത്താൽ അത് അംഗീകരിക്കുമോ, മറ്റുള്ളവർ അംഗീകരിക്കുമോ, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുമോ, എൻ്റെ വോയിസിന് കറക്റ്റാവും, മാച്ചാവും എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ സോങ് കണ്ടു, കേട്ടു, ഇഷ്ടപ്പെട്ടു. ഒന്ന് രണ്ട് തവണ യാത്രകൾക്കിടയിൽ കേട്ടു. അതിൻ്റെ ട്രാക്ക് ഞാൻ യൂട്യൂബിൽ വെച്ച് നോക്കി, വണ്ടിയിൽ തന്നെ നോക്കി ട്രാക്ക് ഇട്ട് നോക്കി. സെറ്റാണ്. എനിക്ക് മനസ്സിലായി, ഓക്കെയാണ്, ഇത് പാടാൻ പറ്റും എന്നൊരു തോന്നലുണ്ട്. എന്നാലും ഈ ഒരു ഹൈപ്പിച്ച് വരുന്ന പാട്ടാണിത്. സംശയം, പേടിയും കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പാട്ട് എനിക്ക് പാടാൻ പറ്റുമെന്നുള്ള സംശയമാണ്. കാരണം ഞാൻ കൂടുതൽ ഹൈപ്പിച്ച് പാടലില്ല. ഞാനിപ്പോൾ റെക്കോർഡിങ്, മാപ്പിളപ്പാട്ട് പാടാൻ വരെ റെക്കോർഡിങ് സ്റ്റുഡിയോ ചെന്നിട്ടുണ്ടെങ്കിൽ പോലും ഹൈപ്പിച്ച് കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സംശയം എനിക്ക് നല്ലുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലായിടത്തും പറയുന്നത് പോലെ തന്നെ ഇവിടെ ആ പാട്ടിനെ 100% വിജയമാക്കി തന്നത് എൻ്റെ പ്രിയപ്പെട്ട കിൻഷിപ്പിലുള്ള, എൻ്റെ പ്രിയപ്പെട്ട വീൽ ചെയറിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണ്. ആ പാട്ട് ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് നിന്റെ ഇതിലാണോ അതോ മറ്റുള്ളവരെ? എൻ്റെ പേജിൽ 3000 ഫോളോവേഴ്സ് അന്നുണ്ടായിരുന്നു. ആ 3000 ഫോളോവേഴ്സ് ഞാൻ ഈ ഇത് ഒറ്റ പാട്ട് കൊണ്ട് ഇന്നിപ്പോൾ 60 സംതിങ്, ഞാൻ ഇന്ന് നോക്കിയിട്ടില്ല. 60 കടന്നിരുന്നു. 6 മില്യൺ കഴിഞ്ഞിട്ടുണ്ടല്ലേ? 7 മില്യണോളം ആവാറായി. 7 മില്യൺ, 70 ലക്ഷത്തോളം വ്യൂവേഴ്സ് ആയിട്ടുണ്ട് ആ പാട്ടിന്. പിന്നെ ബ്രോ എന്താ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയുമോ? ഞാനിവിടെ നമ്മളെ തിരൂരിലുള്ള ഫോറിൻ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടിൻ്റെ ആക്സറീസ്, എക്സ്ട്രാ ഫിറ്റിങ്സിൻ്റെ ഹോൾസെയിൽ ഷോപ്പിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാം. ആ പാട്ടിൽ എല്ലാവരും ശ്രദ്ധിച്ചറിവുണ്ട്. മന്ദാകിനി പറയുമ്പോൾ ഒരു കണ്ണുകൊണ്ടൊരു നോട്ടുണ്ടായിരുന്നു. ആ കുട്ടി ആരായിരുന്നു? അവളൊന്ന് പരിചയപ്പെടുത്താൻ പറ്റും? ഓക്കെ. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആളെ നമ്മളിതാ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മോളെ പേരെന്ന് പറയോ? എൻ്റെ പേര് അബൽമ. എന്താ ചെയ്യുന്നത്? ഞാൻ പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണല്ലേ? ആ പാട്ട് നന്നായി ആസ്വദിച്ചോ? ആസ്വദിച്ചോ? ഒരു നല്ല പാട്ട് കേട്ടാൽ ആരാലും ആസ്വദിച്ചു പോകും അല്ലേ? പാട്ട് പാടുമോ നീ? ഇല്ല, പാട്ടൊന്നും പാടൂല. ഞാൻ കരുതി രണ്ട് ലൈന് പാട്ടൊക്കെ പാടാൻ കഴിയുന്ന ആളാണ് അല്ലേ? അതൊന്നും കഴിയില്ല. പക്ഷെ നന്നായി ആസ്വദിച്ചിട്ടുണ്ട് ആ പാട്ട് അല്ലേ? അതിലൂടെ തന്നെ അഫ്സൽ അല്ലേ ആ പാട്ടിൽ ആ വിജയത്തിന് പിന്നിൽ എന്നെക്കാളും കൂടുതൽ ഫാൻസും കാര്യങ്ങളൊക്കെ ഇവൾക്കാണ്. പേരിലാണ് ഇപ്പൊ ഫേക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ, ഒരുപാട് ഫേക്ക് അക്കൗണ്ട്. അത് ഞാനാണെന്ന്, അതുകൊണ്ടാണ് അവളെ ആ ഫേക്ക് അക്കൗണ്ടിന് ഇന്ന് 38K അങ്ങനെ എന്തോ ഫോളോവേഴ്സ് അയക്കണമെന്നാണ് കണ്ടത്. പെട്ടെന്ന് അത് ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ അത്രയൊന്നുമില്ല. ഇന്ന് 38, അത് ഇവൾക്ക് കിട്ടേണ്ടതാണ് പറഞ്ഞത്. പക്ഷേ അത് ഇവളോട് നമ്മൾ തന്നെ പറഞ്ഞതാണ്, പേര് എവിടെയും മെൻഷൻ ചെയ്യരുത്, എവിടെ പോയിട്ടും കമന്റിന് റിപ്ലൈ കൊടുക്കരുത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവരെ ദുരുപയോഗം ചെയ്യപ്പെടും. ഉമ്മയാണ് കൂടെ ഉള്ളത്. ഇവർ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞങ്ങളെ സ്നേഹതീരത്തിന്റെ ഒഫീഷ്യൽ വളണ്ടിയറാണ് ഞങ്ങൾ. അതിലുപരി ഞങ്ങൾ തമ്മിൽ യാതൊരു
കാര്യങ്ങളോ ഇല്ല. അത് ജസ്റ്റ് കമന്റിൽ സോഷ്യൽ മീഡിയ 70 ലക്ഷത്തോളം ആൾക്കാർ കാണുമ്പോൾ അതിന്റെ ഇതുണ്ടാവും. തീർച്ചയായിട്ടും അതിലൊരു നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ പേടി എന്താന്ന് വെച്ചാൽ കിൻഷിപ്പ് ഫൗണ്ടേഷന്റെ അതിന്റെ സ്നേഹതീരം വളണ്ടിയർ വിങ്ങിലെ അംഗങ്ങളാണ് ഞങ്ങൾ. അപ്പോൾ ഇവർ ആദ്യമായിട്ട്, അതായത് 3 മാസമായി അതിൽ വന്നിട്ടുള്ളൂ. പക്ഷേ ഒഫീഷ്യൽ വളണ്ടിയർ ആയിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു ഈ ഓണ പ്രോഗ്രാം. ഈ ഓണ പ്രോഗ്രാമിൽ എന്താണ് ഈ കുട്ടി വന്ന് അത്തരത്തിൽ വൈറലായി, അതുപോലെ മോശം രീതിയിലുള്ള കമൻറ്റുകൾ വരുമ്പോൾ മാതാപിതാക്കള് അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും അത് നമ്മളെ കിൻഷിപ്പിനും അതുപോലെ തന്നെ സ്നേഹതീരത്തിനും ബാധിക്കുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണത്താലാണ് കുട്ടിയോട് ഞാൻ പറഞ്ഞത് പേര് എവിടെയും മെൻഷൻ ചെയ്യരുത്, അന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ചെയ്യാം. ഇതൊരു ഇത് പറഞ്ഞു തരുന്നത് മാത്രമായി കണ്ടാൽ മതി. ബാഡ് കമന്റ് വരുമ്പോൾ ആർക്കാലും സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് ചെറുതായിട്ട് ആരായാലും അതിൽ ഒരുപാട് ബാഡ് കമന്റ് എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല. കാരണം ജീവിതത്തിൽ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള സമയത്താണ് ഞാനിപ്പോ. അപ്പോൾ അത് നമ്മൾ തല്ലി തകർക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ 70 ലക്ഷത്തോളം ആളുകൾ കാണുന്ന വീഡിയോയിൽ 1% പോലും കൂട്ടാൻ പറ്റൂല. അത് ആ ബാഡ് കമന്റ് ചെയ്യുന്നത് അത് നമ്മൾ മെയിൻ ചെയ്യാൻ പാടില്ല. എന്തായാലും അതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുക, അതൊന്നും മെയിൻ ചെയ്യണം. കമന്റുകൾ വായിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയ. ഇവിടെ ഇന്നലെ ഒരു ഫോട്ടോ സ്റ്റോറി ഇട്ടിരുന്നു, ഞാൻ ഇവളും കൂടി നിൽക്കണേ ഒരു ഫോട്ടോ സ്റ്റോറി ഇട്ടപ്പോൾ ആ സ്റ്റോറി എടുത്ത് എല്ലാവരും ഇപ്പോൾ പോസ്റ്റ് ആക്കിയിട്ട് എന്താണ് ബനാന ഫെയിമിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമൻസ് ഇവര് ക്രഷാണോ, ഇവർ ഇഷ്ടത്തിലാണോ, അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞതാണോ, കുട്ടിക്ക് കല്യാണം കഴിക്കേണ്ട പ്രായം കൂടി ആയിട്ടില്ല, +2 പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതും കൂടി എല്ലാവരും മനസ്സിലാക്കുക. മോശം രീതിയിലുള്ള കമൻറ്റുകൾ നമുക്ക് പരമാവധി ഒഴിവാക്കി തരണം. ഞാൻ ഇതിൽ റിക്വസ്റ്റ് ചെയ്യുക നിങ്ങളോട്. മറ്റൊന്നും കൊണ്ടല്ല, ഏറ്റവും കൂടുതൽ ഞങ്ങളെ കാര്യവും നിങ്ങൾ വിട്ടോളി. നമ്മളെ സ്നേഹതീരം വളണ്ടിയർ വിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിലുള്ള ആളുകളെ അങ്ങനെ ഒരു രീതിയിൽ അവരെ അഭിസംബോധന ചെയ്യാൻ നമ്മൾക്ക് താല്പര്യമില്ല. നമ്മളെ സുഹൃത്തുക്കൾ നമ്മോടൊപ്പം നമ്മളിൽ ഒരാളായിട്ട് കാണുന്ന വ്യക്തികളാണ് അവരൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പട്ടാമ്പിയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് സേവനം ചെയ്യുക, അല്ലെങ്കിൽ അവരെ കൂടെ നിന്ന് അവരെ സന്തോഷത്തിനനുസരിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ കുട്ടികളാണ് ഇവരൊക്കെ. അത്തരത്തിലുള്ള വന്നിട്ട് ഒരു പാട്ട് കേട്ട് അതിൻ്റെ പുറകിൽ നിന്ന് ഒന്ന് ആസ്വദിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ ആ കുട്ടി ചെയ്തത്. അപ്പോൾ അതിന് ദയവ് ചെയ്തിട്ട് മോശം രീതിയിലുള്ള കമൻറ്റുകൾ ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം, ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. പിന്നെ അതിലുപരി ഇതുവരെ എൻ്റെ ഫോളോവേഴ്സ് 3000 നിന്നും അത്രയും ഒരു 64K ആയിട്ടുണ്ട്. പിന്നെ 7 മില്യൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് മനസ്സറിഞ്ഞ് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ അഫ്സലിൻ്റെ അതായത് പാട്ടിലുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫാസ്റ്റ് സോങ് വഴങ്ങുമെന്നിപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇനി ആ രീതിയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകില്ലേ? തീർച്ചയായിട്ടും. എന്തായാലും എല്ലാവർക്കും, നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കാരണം കേരളം മൊത്തം വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. 70 ലക്ഷത്തോളം ആളുകൾ പറഞ്ഞാൽ ചില്ലറയല്ല, അത് ചിലപ്പോൾ 1 കോടിയിലോട്ട് എത്താനും സാധ്യതയുണ്ട് ഇല്ലേ? അങ്ങനെ ആ രീതിയിലോട്ടല്ലേ പോകുന്നത്? ഏതായാലും ശരിയാണ്. പക്ഷേ അത്തരത്തിൽ നമ്മൾ അത്രയും ആഗ്രഹിക്കണില്ല. 1 മില്യൺ, അതായത് 950ഓളം K വ്യൂസ് ആയപ്പോൾ ആണ് ഫസ്റ്റ് മറ്റുള്ള പോസ്റ്റുകൾ വരുന്നത്, മറ്റുള്ള പേജുകളിൽ നിന്ന് പോസ്റ്റുകൾ വരുന്നത്. അപ്പോൾ എനിക്ക് സംശയമായി, ഇതിനി 1 മില്യൺ അടിക്കൂലേ? കാരണം എൻ്റെ ആകെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ ആ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 10K വ്യൂസ് ആയപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു എങ്ങനെങ്കിലും ഒരു 100K ആക്കണം. കാരണം എൻ്റെ മാപ്പിളപ്പാട്ടിന് ഒരു 89K ഉള്ളൂ, അതിനെ മറി കടന്നാൽ മതി എനിക്കെന്ന്. അപ്പോൾ പിന്നെ ഉണ്ടാവും വിളിച്ചിട്ടുണ്ട്, എടാ 100 കടന്ന് 300 സംതിങ് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ. പിന്നെ രാത്രി ഉറക്കമില്ല ഊണുമില്ല, ഇതിങ്ങനെ നോക്കും. ഓക്കെ കയറുന്നുണ്ടല്ലോ ഇതന്നെ പരിപാടി. പക്ഷെ 1 മില്യൺ അടിച്ചു, സന്തോഷമായി. എൻ്റെ റിലേറ്റീവ്, എൻ്റെ കസിൻസൊക്കെ എനിക്ക് വേണ്ടി കേക്കൊക്കെ മുറിച്ചു. സ്നേഹതീരത്തിൽ പോയി ആഘോഷിച്ചും ചെയ്തില്ലേ? അതിനുശേഷം അത് 2 മില്യൺ അടിച്ച്, അത് 1 മില്യൻ്റെ കേക്കായിരുന്നു സ്നേഹതീരം ശരിക്ക് അവർ പറഞ്ഞത്, അത് മുറിക്കാന്നാണ് പറഞ്ഞത്. പക്ഷേ ആ സമയമായപ്പോഴേക്കും അത് 2 മില്യൺ ആയി. 2 മില്യൻ്റെ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അത് 3 മില്യൺ കഴിഞ്ഞിരുന്നു. പിന്നെ ഇവർ പറഞ്ഞത് എവിടെയെങ്കിലും ഒന്ന് നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എന്തായാലും അപ്പോഴത്തിന് ആളായി ബഹളായി മൊത്തത്തിൽ ഷൂട്ടായി അല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എന്താണ് അബൽമക്ക് പറയാനുള്ളത് ഇനി അവസാനമായിട്ട്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കാരണം ഒരുപാട് ബാഡ് കമന്റുകൾ വരുന്നുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? കാരണം ബാഡ് കമന്റ്സ് പറഞ്ഞാൽ ഞാനിവിടേക്ക് വന്നത് 3 മാസമായിട്ടുള്ളൂ സ്നേഹതീരം വളണ്ടിയർ വിങ്ങിൽ ജോയിൻ ചെയ്തിട്ട്. അതിനുശേഷമുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ ലവേഴ്സ് അല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ബാഡ് കമൻറ്റ്സ് വരരുത്, അത്രേ ഉള്ളൂ. ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സ് മാത്രമാണ്. ഓക്കെ. അപ്പോൾ മാക്സിമം എല്ലാവരും അത്തരം
കമൻറ്റുകൾ അവോയ്ഡ് ചെയ്യുക. എന്തായാലും ബ്രോ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ. ഒരു പൂത്തരമോ, ഹേയ് ബനാനേ ഒരു കായ